friends, welcome back to my YouTube channel Siblings at NZ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗാണ് എ ഡേ ഔട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇന്ന് എന്തായാലും ഒരു ഓഫ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഓഫിൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ചുമ്മാ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറങ്ങുന്ന കൂട്ടത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു 2-3 ഷോപ്പിനെ പറ്റിയാണ് ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചു. അതായത് ഒന്നാമത്തെയാണ് ഇവിടുത്തെ ഒരു $2 ഷോപ്സ്. $2 അല്ല, ഡോളർ ഷോപ്പ് എന്ന് പറയും. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരു $2, $5, $10 അറൗണ്ട് അത്രേ ആവുള്ളൂ. അപ്പോൾ അതിനൊരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ റേറ്റിൽ കിട്ടും എന്ന് പറയേണ്ടുള്ള ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതുകൂടാതെ ഇവിടെ നമുക്ക് ന്യൂസിലാൻഡിൽ ചാരിറ്റി ഷോപ്പുകളുണ്ട്. ചാരിറ്റി ഷോപ്പെന്ന് പറയുമ്പോൾ പൊതുവേ അവർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത സാധനങ്ങളാണ്. ഒരുപാട് യൂസ് പോലും ചെയ്യാതെ ചിലതുകൾ പുതിയത് കാണും. സോ ഇങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ചാരിറ്റി ഷോപ്പെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. കുറവ് വിലയ്ക്ക് സാധനങ്ങളൊക്കെ കിട്ടും. ഈവൻ ഫർണിച്ചർ, പിന്നെ എല്ലാം വീട്ടിലത്തെ സാധനങ്ങളും, ഈവൻ ക്ലോത്ത് വരെ അവർ ഒരു വട്ടം യൂസ് ചെയ്തതോ ഇല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതോ അതും കൂടെ ആയെന്നിരിക്കും. ഈ ചാരിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന എല്ലാം സാധനത്തിൻ്റെ പൈസയും ഏതെങ്കിലും റെഡ് ക്രോസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷന് പോകുന്നതായിരിക്കും. സോ അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വ്ളോഗ് ആകാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ടു ഓൾ ദ നഴ്സസ്. പിന്നെ എൻ്റെ ഒരു ലൈക്കും കൂടെ തന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് എന്നൊക്കെ ഉണ്ട്. സോ നിങ്ങളുടെ ഓരോരോ ആൾക്കാരുടെയും സബ്സ്ക്രിപ്ഷനും ലൈക്കും പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. സോ ഇതെനിക്ക് ഒരുപാട് വാല്യുവേബിളാണ്. എനിക്കൊരുപാട് മോട്ടിവേഷൻ കിട്ടും മുമ്പോട്ട് ഒരുപാട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കണ്ട എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സ്പ്രിംഗ് സീസണാണ്. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പം ഇവിടെ പൊതുവെ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വിടരുന്ന സമയമാണ്. അപ്പം ഒരുപാട് ഫ്ലവേഴ്സ് വിടരുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസും ഫോട്ടോസും പിന്നെ പ്രത്യേകിച്ച് പോകുന്ന വഴിക്ക് ചെറി ബ്ലോസം എന്തെങ്കിലും കാണുവാണെങ്കിൽ, ഇവിടെ തുടങ്ങിയില്ല, ആക്ച്വലി വരാൻ തുടങ്ങിയില്ല. ഇപ്പം സൗത്തിലൊക്കെ വിടരാൻ തുടങ്ങി, നോർത്തിൽ ഇതുവരെയായിട്ടും വിടരുന്നില്ല. അപ്പം വിടരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഫ്ലവേഴ്സ് എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിനെപ്പറ്റിയും പിന്നെ നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാത്തിൻ്റെ വീഡിയോസ് പിന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഈ ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജ്, ടിവാരെ വാങ്കാവ്. ഇതാണ് ഇവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജ്. ഇവിടെയാണ് പൊതുവേ നഴ്സിംഗ് പിള്ളേർ അവരുടെ നഴ്സിംഗ് കോഴ്സസൊക്കെ ചെയ്ത് തീർക്കുക. സോ ഇതൊരു കോളേജാണ്. ഇവിടുത്തെ സ്റ്റുഡൻസ് ഞങ്ങളുടെ ആശുപത്രിയിൽ വരും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനിയിപ്പോൾ അടുത്ത വ്യൂ എന്നാന്ന് കാണാം. ഓക്കെ, ഇത് ഗായ്സ് ഇവിടുത്തെ സർക്കിളാണ്. ഇവിടെ ആണെങ്കിൽ ചുറ്റുവട്ടത്ത് എങ്ങും ഒരു എന്നാ പറയുക, ഒരു റെഡ് ലൈറ്റോ യെല്ലോ ലൈറ്റോ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവർ നോക്കിയും കണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പുറത്തെ ആൾക്കാർക്ക് പോകണം എന്ന് മനസ്സിലാവുമ്പോൾ അവർ തന്നെ വഴി മാറ്റി കൊടുക്കും, അവർ തന്നെ എല്ലാം ചെയ്യും. അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ള നല്ല ഒരു ഡിസിപ്ലിനായിട്ട് അവർ വണ്ടി ഓടിക്കുകയും നന്നായിട്ട് അവർ അത് ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ട്രാഫിക് പോലീസിനെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒറ്റ ഒരു സർക്കിളിനകത്ത്
ഇതുവരെയായിട്ട് ഞാനൊരു ട്രാഫിക് പോലീസിനെയോ ഒന്നും കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവേഴ്സ് നോക്കിയിട്ട് അവർ തന്നെ അവർക്ക് മനസ്സിലായിട്ട് അവർ തന്നെ വഴി കൊടുക്കുകയും അവർ തന്നെ വണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. എവിടെ പോയാലും നമ്മുടെ ആശാൻ ഇല്ലാണ്ടിരിക്കുകയോ. ഇതാണ് നമ്മുടെ സ്വന്തം KFC. ഇത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. വേറെ ഒരു ഫുഡും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടുത്തെ KFC അടിപൊളിയാണ്. നല്ലൊരു KFC ആണ് ഇവിടുത്തെ. അപ്പം ഇതെന്തായാലും എല്ലായിടത്തും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത താരൻ, മക്ഡൊണാൾഡ്സ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റാർ, അതായത് ബർഗർ കിങ്. ഇതും നമ്മുടെ വക്കറ്റാനിയിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി KFC കണ്ടു, മക്ഡൊണാൾഡ്സ് കണ്ടു, പിന്നെ നമ്മുടെ ബർഗർ കിങ് ഇതും കൂടെ കണ്ടു. സോ ഇതാണ് ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20-30 മിനിറ്റോളം നടക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ കിട്ടും. ഇപ്പോൾ ഞാൻ പോകുന്നത് കുറച്ചും കൂടെ ഒരു ഉൾഭാഗത്തിലോട്ടല്ല, കുറച്ചും കൂടെ നല്ല ഷോപ്പൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് ഈ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. ആകെയുള്ള ഒരു ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ, ഫുഡ് ആൻഡ് സ്പൈസി മാർട്ട്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പൊതുവെ എല്ലാം സാധനങ്ങൾ, മലയാളികൾക്ക് ആവശ്യമുള്ള പുട്ടുപൊടിയും അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒരു വ്യൂ നോക്കാം. ഇത് നമ്മുടെ പുട്ടുപൊടിക്ക് $4.99. എല്ലാം അതേ റേറ്റിലാണ് പുട്ടുപൊടികൾ, പക്ഷെ എല്ലാ സാധനവും കിട്ടും. ഇവിടെ ബ്രഹ്മിയുടെ ഉണ്ട്, ബ്രഹ്മിയുടെ 5.99 ആണ്. പിന്നെ പാലപ്പപ്പൊടി ഉണ്ട്, അത് 3.99 ആണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന സാധനത്തിൻ്റെ റേറ്റും എല്ലാം കിട്ടും. എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യും. 5.49 റൈസ് പൗഡർ. ബ്രാഹ്മിൻസ് മട്ട റൈസ് 28.99. പിന്നെ ഇത് പവിഴം 5 കിലോയുടെ. പലഹാരങ്ങളുടെ സെക്ഷനാണ്. പലഹാരങ്ങൾ, ബേക്കറി ഐറ്റം, നമ്മുടെ എള്ളുണ്ട, അവലോസുണ്ട എല്ലാം ഉണ്ട്. അതിനൊക്കെ നല്ല റേറ്റാണ്, 4.99 എള്ളുണ്ട. പിന്നെ ബനാന ചിപ്സ് ഉണ്ട്. ഇതെല്ലാത്തിനും 4.99 ആണ് റേറ്റ്. ബനാന ചിപ്സ്. പിന്നെ മറ്റേ മുറുക്കിനാണ് 4.19. 4.19 എന്ന് പറയുമ്പം നമ്മൾ 5 കൂട്ടാം. 5 × 50 റുപ്പീസാണ്. അപ്പം അത് വെച്ച് കണക്ക് കൂട്ടി മുറുക്ക് കഴിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിച്ചാൽ മതി. ഇതൊക്കെയാണ് ഇവിടുത്തെ അരികളുടെ റേറ്റ്. 29.99 ദാവത്കാരുടെ ബാസ്മതി 5 kg. ഇത് ബാസ്മതി
ബിരിയാണി ബാസ്മതി 31.99. ഇവിടെ മീനെല്ലാം ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെയാണ് നല്ലപോലെ പാക്ക് ചെയ്തിട്ട് ഫ്രോസൺ ആയിട്ടുള്ള കട്ടായിട്ടിരിക്കുന്നതും എല്ലാ മീനും ഇവിടെ ഉണ്ട്. ഇതിപ്പം മറ്റേ ഫ്രഷ് വാട്ടർ ഫിഷസാണ് മീൻ. അപ്പം നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനാണ്. ഇത് നത്തോലി അല്ലേ, നത്തോലി മീനുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത്, കൗണ്ട് ഡൗൺ എന്ന് പറയും. ഇവിടെ നമ്മൾ പാക്ക് ആൻഡ് സേവ് പോലെ തന്നെ, പക്ഷേ പാക്ക് ആൻഡ് സേവിനെ കമ്പയർ ചെയ്യുമ്പോൾ കൗണ്ട് ഡൗൺ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് ഇവിടുത്തെ ഇനിയൊരു ഷോപ്പിംഗ് മോളാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. സോ ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഇതാണ് ഇവിടുത്തെ ടൊമാറ്റോകൾ. ടൊമാറ്റോ ആണെങ്കിൽ നല്ല ഷൈനിങ് ആണ്, നല്ല ഫ്രഷ് ടൊമാറ്റോ. പക്ഷേ അതേപോലെ നല്ല ഫ്രഷ് നല്ല റേറ്റും കൂടെയാണ്. ഇത് 1 കിലോയ്ക്കാണ് 11.59, 12.49. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഇത് അതേ ടൈപ്പിൽ വേറെ ടൈപ്പിൽ ടൊമാറ്റോകളാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ റേറ്റുണ്ട്. ഇപ്പോൾ ടൊമാറ്റോ സീസൺ അല്ലാത്തത് കൊണ്ട് ഇവിടെ അതുപോലെ റേറ്റ് കൂടുതലാണ്. ഇത് ചെറി ടൊമാറ്റോ, നമ്മുടെ സാലഡിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ ടൊമാറ്റോ ആണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ചെറി ടൊമാറ്റോസ്. ഇതപ്പോൾ നമ്മൾ സാലഡൊക്കെ ആക്കുമ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാണ് സ്ട്രോബെറി ടൊമാറ്റോ. എന്താണ് പ്രത്യേകത, ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യണം. ഇതൊക്കെ ഇവിടുത്തെ ഓട്സാണ്. ഓട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൻ്റെ നട്ട്സ് ആൻഡ് സീഡ്സ്, റസ്ബെറി, കാൻബെറി, അങ്ങനെ ആൽമണ്ട്, കാഷ്യൂ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഉള്ള നമ്മുടെ ഓട്സാണ്. അത് ജസ്റ്റ് പാലിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല യമ്മി ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സുകളുടെ സെക്ഷനാണ് ഇത്. ഈ സെക്ഷൻ മൊത്തം അത് തന്നെയാണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ടേസ്റ്റിൽ ഇതിന് നമുക്ക് ഇച്ചിരി ഫ്രഷ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇടുവാണെങ്കിൽ പിന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സെക്ഷൻ മൊത്തം ഓട്സ് തന്നെയാണ്. ഇവിടുത്തെ വീൽ അലൈൻമെൻറ്റിനാണ് $79. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടുന്നാണ് കാണുന്നത് ആ സ്ഥലത്തിലെ വീൽ അലൈൻമെൻറ്റിന് എത്രയാണ് റേറ്റെന്ന് ഒന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ. ആണ് വക്കറ്റാനി ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയുന്ന ഓഫീസ്.
Yeah.